ഡി സ്റ്റുഡൻസ്, എൻ്റെ പേര് അരുൺ. ഞാൻ റിജുവൻ PSK ക്ലാസ്സസിൻ്റെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടക്ട് ചെയ്ത എല്ലാ മോഡൽ എക്സാംസുകളും നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും SSLC എക്സാമിൻ്റെ ഒരുക്കത്തിലാണെന്നറിയാം. നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അതേപോലെ അവൈലബിൾ ആകുന്ന ടൈം ഇഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് എക്സാംസുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടക്ട് ചെയ്ത മാത്സ് എക്സാമിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയായിരുന്നു? സെക്ഷൻ എയിൽ 1 to 4 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകളിൽ 3 ക്വസ്റ്റ്യനാണ് ആൻസറിങ് ചെയ്യാനുള്ളത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതവുമായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9, 11. 5, 7, 9, 11 എന്ന് തുടർന്ന് പോകുന്ന ഒരു സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കുക. അടുത്തടുത്ത് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് ടേംസുകൾക്കിടയിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? കോമൺ ഡിഫറൻസ് എന്നറിയപ്പെടുന്നത്. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആയിരിക്കും. സെക്കൻഡ് ടേം തന്നിരിക്കുന്ന ശ്രേണിയിൽ എത്രയായിരുന്നു? 7 ആയിരുന്നു അല്ലെ. ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 5 ആയിരുന്നു. സോ 7 - 5 എത്രയാണ്? 2 ആണ്. ഇനി n-ാം പദം കണ്ടുപിടിക്കണം. n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല a+n-1 × d. a ആദ്യ പദവും d കോമൺ ഡിഫറൻസുമാണ്. അല്ലെങ്കിൽ എഴുതാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ആദ്യം കോമൺ ഡിഫറൻസ് എഴുതുക, അതിൻ്റെ കൂടെ n എഴുതുക. കോമൺ ഡിഫറൻസും ആദ്യ ടേം ആയിട്ടുള്ള 5 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുക. അത് 3 ആണ്. സോ n-ാം പദം 2n+3 ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് വെദർ x-3 ഇസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ 2x³ - x² - 3x+4. ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ പോളിനോമിയലിന്റെ ഘടകമാണ് x-3 എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന പോളിനോമിയലിനെ p(x) എന്ന് എഴുതുക. x-a എന്ന് പറഞ്ഞൊരു p(x)ന്റെ ഫാക്ടർ ആകണമെങ്കിൽ p(a) = 0 നമുക്ക് കിട്ടണം. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ എന്തായിരിക്കണം? x-3 ഫാക്ടർ ആകണമെങ്കിൽ p(3) = 0 ആയിരിക്കണം. അപ്പോൾ p(x) 2x³ - x² - 3x+4 ആണ്. അപ്പോൾ p(3) കണ്ടുപിടിക്കാൻ എക്സിന്റെ പ്ലേസിൽ 3 അപ്ലൈ ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. അപ്പോൾ p(3) ≠ 0 ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് എ ഫാക്ടർ ഓഫ് ദ ഗിവൺ p(x). തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ അല്ല x-3, കാരണം p(3)യുടെ വാല്യൂ എന്തല്ല? 0 അല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ബേസ് റേഡിയസ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഈസ് 4 cm. ഇറ്റ്സ് സ്ലാൻഡ് ഹൈറ്റ് ഈസ് 10 cm. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സെഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അത് കോണും സെക്ടറും ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സെക്ടർ യൂസ്ഡ് ടു മേക്ക് എ കോൺ? സെക്ടറിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ സെക്ടർ. ആ സെക്ടറിന്റെ ഏരിയയും നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫിഗർ നമ്മൾ വരയ്ക്കണം. ഫിഗർ വരയ്ക്കുന്നത് അനുസരിച്ച് നമുക്കതിൻ്റെ ഡാറ്റ നമുക്ക് ഈസിലി കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സെക്ടർ വരച്ചു, അതിൻ്റെ കേന്ദ്ര കോൺ സെൻട്രൽ ആംഗിൾ x° എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഒരു കോൺ ബേസ് റേഡിയസ് 4 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമുക്ക് ഫിഗറിൽ നിന്ന് കറക്റ്റാണ് റേഡിയസ് ഓഫ് ദ സെക്ടർ. സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോണിന് ഈക്വൽ ആയിരിക്കും. സോ റേഡിയസ് ഓഫ് ദ സെക്ടർ ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 10 cm ആണ്. അതേപോലെ ഏരിയ ഓഫ് ദ സെക്ടർ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദ സെക്ടർ ഈസ് ഈക്വൽസ് ടു π × r × l എന്ന് എഴുതുക. സോ 40 π cm² എന്ന് നമുക്ക് കിട്ടും. റേഡിയസ് 4 ആണ്, സ്ലാൻഡ് ഹൈറ്റ് 10 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോവിങ് ഫിഗർ. ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ. sin 36° ഈക്വൽ ടു, അതായത് തന്നിരിക്കുന്ന ഫിഗറിൽ sin 36° എന്തായിരിക്കും? അതേപോലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആംഗിൾ എയുടെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? sin 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് അതാ വരുന്നുണ്ടായിരിക്കുക AB. സോ ഡിവൈഡ് ബൈ അതിൻ്റെ ഹൈപ്പോട്ടനസ് എന്താ വരുന്നുണ്ടായിരിക്കുക? AC. സോ AB/AC എന്നായിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക? sin 36° എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഇതായിരിക്കും AB/AC. അടുത്തത് ആംഗിൾ എയുടെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്കറിയാം. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180° ആണ്. സോ ആംഗിൾ എ എന്ന് പറയുന്നത് 180° നിന്ന് ആംഗിൾ ബിയുടെയും ആംഗിൾ സിയുടെ സം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ഫിഗറിൽ നമുക്ക് ആംഗിൾ ബി 90°യും ആംഗിൾ സി 36° ആണ്. സോ ആംഗിൾ എ ഈക്വൽ ടു 54° എന്ന് കിട്ടും. സോ സെക്ഷൻ എ കഴിഞ്ഞു. ഇതിൽ 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. അടുത്തത് സെക്ഷൻ ബി.
ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 11 ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 മാർക്സ്. 5 മുതൽ 11 വരെയുള്ളത് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: റൈറ്റ് ദ സീക്വൻസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഈച്ച് ഓഡ് നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 1/2 ആൻഡ് ആഡിംഗ് 3 ഡസ് ഇറ്റ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഒരു ശ്രേണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ശ്രേണിയുടെ പ്രത്യേകത എന്താണ് അവർ പറയുന്നത്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഓഡ് നമ്പേഴ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആ കിട്ടുന്ന ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? 3 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് ശ്രേണി എന്ന് പറയുന്നത് AP-യിലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. സോ 1 3 5 7 എന്നാണ് 1 തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സിന്റെ ശ്രേണി പോകുന്നുണ്ടായിരിക്കുക, സീക്വൻസിൽ പോകുന്നുണ്ടായിരിക്കും. എല്ലാ നമ്പേഴ്സും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 6 10 14 എന്ന് കിട്ടും. എല്ലാ നമ്പേഴ്സിലും ആസ് പെർ ക്വസ്റ്റ്യൻ 3 ആഡ് ചെയ്യുമ്പോൾ 5 9 13 17 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. കോമൺ ഡിഫറൻസ് ചെക്ക് ചെയ്യുക, സെയിം ആണ്. അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ ജനറൽ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് 7 12 17 എന്ന് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിന്റെ ജനറൽ ടേം നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. സോ xn എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ്. അതിന്റെ കൂടെ n എന്ന് എഴുതുക. കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അത് ആഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the sum of two numbers is 15. രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 15ഉം സം ഓഫ് ഇറ്റ്സ് റെസിപ്രോക്കൽസ്, അതിന്റെ റെസിപ്രോക്കൽസിന്റെ സം എന്ന് പറയുന്നത് 3/10ഉമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് നമ്പേഴ്സുകൾ നമ്മൾ എക്സ് വൈ എന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആസ് പെർ ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 15 എന്നും റെസിപ്രോക്കൽസ് വിൽക്രമങ്ങളുടെ സംതുക 3/10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 1/x പ്ലസ് 1/y എന്തായിരിക്കും? 3/10ഉമാണ്. എക്സ് പ്ലസ് വൈ 15 ആണെങ്കിൽ വൈ ഈക്വൽ ടു 15 മൈനസ് എക്സ് എന്ന് എഴുതാം. ജസ്റ്റ് ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. y into 1 y പ്ലസ് x into 1 x divided by x into y. So x plus y by x y equal to 3/10. x plus y എന്ന് പറയുന്നത് 15 ആണ്. വാല്യൂ കൊടുത്തു. ഇവിടെ y-യുടെ പ്ലേസ് ഞാൻ എന്ത് ചെയ്തു? 15 മൈനസ് എക്സ് എന്ന് കൊടുത്തു. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3x² മൈനസ് 45x പ്ലസ് 150 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ചെറിയ സ്റ്റെപ്സുകൾ തന്നെയുള്ളൂ. അത് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു? ത്രൂ ഔട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ x² മൈനസ് 15x പ്ലസ് 50 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഫാക്ടേഴ്സ് ആക്കി മാറ്റി. x മൈനസ് 10 ഇൻറ്റു x മൈനസ് 5 ഈക്വൽ ടു 0. സോ നമ്പേഴ്സുകൾ എന്തൊക്കെയായിരിക്കാം? 10ഉം 5. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ ട്രയാങ്കിൾ PQR ആംഗിൾ Q 90 ഡിഗ്രി ആണ്, ആംഗിൾ R x ഡിഗ്രി ആണ്, ലെങ്ത് ഓഫ് സൈഡ്സ് PQ QR ആൻഡ് PR എന്ന് പറയുന്നത് ABC എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ എയിൽ ചോദിച്ച ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. tan x ഡിഗ്രി എന്തായിരിക്കും? ആൻഡ് പ്രൂവ് ദാറ്റ് sin x ഡിഗ്രി ബൈ cos x ഡിഗ്രി ഈസ് ഈക്വൽസ് ടു A/B എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആസ് പെർ ക്വസ്റ്റ്യൻ നമ്മൾ ഫിഗർ കൺസ്ട്രക്ട് ചെയ്തു. സൈഡ്സിന്റെ മെഷർമെന്റ് ABC എന്ന് കൊടുത്തു. ആംഗിൾ R x ഡിഗ്രി, ആംഗിൾ Q 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ tan x ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് വരിക. സോ A/B ആയിരിക്കും. sin x ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനിയസും, cos x എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനിയസ് ആണ്. സോ A/C ബൈ B/C. C അഗെയിൻ നമുക്ക് അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ക്യാൻസൽ ആകുന്നുണ്ടായിരിക്കും. സോ A/B എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, മാർക്ക് എ പോയിന്റ് P at a distance of 7 cm away from the center. ഡ്രോ ടാൻജൻസ് ഫ്രം P to the circle. മുമ്പ് കണ്ടക്ട് ചെയ്ത സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അത് സെഷൻ ഒന്നുകൂടി നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയായിരുന്നു അത് വരുന്നുണ്ടായിരിക്കുക. 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അവിടെ നിന്ന് 7 cm അകലെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ബിന്ദു നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് കൺസ്ട്രക്ട് ചെയ്തൊരു ലൈൻ നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കുക. അതിനുശേഷം OP എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്റെ പകുതിയിലധികം ഡിസ്റ്റൻസ് എടുത്ത്, മോർ ദാൻ ഹാഫ് ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ആർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ലൈൻ വരയ്ക്കുന്നുണ്ടായിരിക്കും. O to ദിസ് പോയിന്റ്, ആ പോയിന്റ് വേണേൽ നമുക്ക് Q എന്നോ എന്തെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ OQ എന്ന് പറയുന്ന ഡിസ്റ്റൻസോ PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസോ ആരമാക്കി, റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് നമ്മൾ സർക്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ P എന്ന് പറയുന്ന പോയിന്റിന്റെ ടാൻജൻസുകൾ നമ്മൾ വരയ്ക്കുക. അത് അളന്ന് എഴുതുക, മെഷർമെന്റ് ചെയ്ത് എഴുതുക. ഇതാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരുന്നത് 9th ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
In triangle ABC, we have angle A 60 degree, angle B 70 degree. Is the vertex C inside or outside the circle with the diameter AB? Triangle ABC നമുക്ക് തന്നു, ആംഗിൾ എ 60 ഡിഗ്രി എന്നും ആംഗിൾ ബി 70 ഡിഗ്രി എന്നും പറഞ്ഞു. വെർട്ടെക്സ് സി എന്ന് പറയുന്നത് എ ബി ഡയാമീറ്ററായി ഞാൻ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ സി എന്ന് പറയുന്ന വെർട്ടെക്സ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കുമോ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓൾറെഡി നമ്മളത് പഠിച്ചിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫിഗർ നമ്മൾ കോപ്പി ചെയ്യാം. ഫിഗർ കോപ്പി ചെയ്തതിന് ശേഷം ആംഗിൾ സി മെഷർമെന്റ്, ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിളും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, പോയിന്റ് ഇൻസൈഡ് ദ സർക്കിളും ആയിരിക്കും. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് 50 ഡിഗ്രി ആണ്. സോ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ 90 ആണ്. സോ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് അവിടെ നമ്മുടെ ആൻസറിൽ മെൻഷൻ ചെയ്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് A2,4 B6,10 ഇൻ ദ റേഷ്യോ 3:2. എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സെക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരിക്കും. എ എന്ന് പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്തെടുക്കുക, x1 y1 x2 y2 എന്നെടുക്കുക. തന്നിരിക്കുന്ന റേഷ്യോ 3:2 എന്നെടുക്കുക, m:n. അങ്ങനെയാണെങ്കിൽ പോയിന്റ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും, mx2 + nx1/m + n my2 + ny1 ഡിവൈഡഡ് ബൈ m + n ആയിരിക്കും. സോ ആ ഫോർമുല അപ്ലൈ ചെയ്യുക, പോയിന്റ് പി ഡിറ്റർമിൻ ചെയ്യുക. 22/5, 38/5 എന്നാണ് കോർഡിനേറ്റ്സ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 4,7 ആൻഡ് 8,3. 2 പോയിന്റ്സുകൾ തന്നു. ആ 2 പോയിന്റ്സുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ്, ചെരിവ് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, x1 y1 x2 y2 2 പോയിന്റ്സുകളാണെങ്കിൽ സ്ലോപ്പ് y2 - y1 x2 - x1 അല്ലേ. നമ്മുടെ വാല്യൂസുകൾ അപ്ലൈ ചെയ്യുക, -4/5 എന്ന് കിട്ടും. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇത് പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന പോയിന്റ്സുകൾ എഴുതുക. ഇന്റർമീഡിയറ്റ് പോയിന്റ് x, y എന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ x, y 4,7 അല്ലെങ്കിൽ 8,3 എന്തോ ആയി, ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. ജനറൽ ആയിട്ടുള്ള x, y-യും ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 4,7 അത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്ലോപ്പ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യപ്പെടണം. ആ സ്ലോപ്പ് എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്ത -4/5 എന്ന് പറയുന്ന സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ ടേംസ് ഓഫ് എക്സിലും വൈയിലുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ 5y + 4x = 51 എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അടുത്ത സെക്ഷൻ ഇങ്ങനെയായിരുന്നു, ആൻസർ എനി 7 ക്വസ്റ്റ്യൻസ് ഫ്രം 12 to 21. 12 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 7 അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 4 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻസൈഡ് ദ ഷെയ്ഡഡ് പാർട്ട്. നമ്മളൊരു ഡോട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡോട്ട് ഈ ഷെയ്ഡഡ് പോർഷനുള്ളിൽ വരാനുള്ള സാധ്യത, പ്രോബബിലിറ്റിയാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അത്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫിഗർ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിൽ റേഡിയസ് 4 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്ന സെക്ടറാണ് നമ്മൾ മനസ്സിലാക്കുക. സെൻട്രൽ ആംഗിൾ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ പ്രോബിലിറ്റി ഓഫ് ഡോട്ട് ഇൻസൈഡ് ദ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. സോ ഇവിടെ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നൊരു സെക്ടറാണ്. സോ ഏരിയ ഓഫ് ദ സെക്ടർ ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നതാണ് ഇസ് എ സർക്കിൾ. സോ ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല π × r² × x/360 ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദ സർക്കിൾ πr². സോ ഈ πr² എന്ന് പറയുന്ന ടേംസുകൾ ക്യാൻസൽ ആകും. ബാക്കി x/360 ആണ്. എക്സ് എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ 90/360 1/4 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ അത്ലറ്റ് ഇൻ ലോങ് ജംപ് പ്രാക്ടീസ് ആർ.
കുറച്ച് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്, ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഒരു അത്ലറ്റ് ലോങ് ജമ്പിൽ കവർ ചെയ്ത ഡിസ്റ്റൻസുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, മീറ്റേഴ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മീൻ മീഡിയൻ കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് വൈ ഈസ് ദാറ്റ് ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് മീൻ മീഡിയൻ കണ്ടുപിടിച്ച് അതിനുള്ള ഡിഫറൻസ് എന്തുകൊണ്ടാണ് കൂടുതൽ ഇല്ലാത്ത എന്ന് നമ്മളോട് എഴുതാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം കൂടി നമ്മളോട് റീസൺ നമ്മളോട് വ്യക്തമാക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 13th ക്വസ്റ്റ്യനിൽ മീൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക? തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷൻസും ആഡ് ചെയ്യുക, നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ മീൻ എന്ന് പറഞ്ഞാൽ 6.17 എന്ന് കിട്ടും. അതിനുശേഷം മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എല്ലാ ഡിസ്റ്റൻസുകളും അസെൻഡിങ് ഓർഡറിൽ എഴുതുക. സോ മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6.18 + 6.20 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 1 2 3 4 5 6 ഒബ്സർവേഷൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. സോ 6.18 + 6.20 ഡിവൈഡ് ബൈ 2 = 6.19 എന്നാണ് മീഡിയൻ കിട്ടുന്നുണ്ടായിരിക്കുക. ഈ മീനും മീഡിയനും ഒരു ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എൻ പേഴ്സൺ ആണ് നമുക്ക് തരുന്നുണ്ടായിരിക്കുക, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ദർ ഈസ് നോട്ട് മച്ച് ഡിഫറൻസ് എന്ന് പറയാനായിട്ടുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ curved surface area of a cone of base diameter 30 cm, height 40 cm, അല്ലേ? ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ബേസിൻ്റെ ഡയാമീറ്റർ, അതിൻ്റെ ഡയാമീറ്റർ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ ഹൈറ്റ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഡയാമീറ്റർ നമുക്കൊരു ഫിഗർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, ഒരു കോൺ വരച്ചു, അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എൽ എന്നും ഹൈറ്റ് എച്ച് എന്നും റേഡിയസ് ആർ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഡയാമീറ്റർ 30 ആണെങ്കിൽ അതിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നതായിരിക്കും ഡയാമീറ്ററിൻ്റെ പകുതിയായിരിക്കുമല്ലോ. സോ 15 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ കോൺ 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം പ്രകാരം എന്തായിരിക്കും? L² = h² + r², ഓർ L = √h² + r² ആയിരിക്കും. അത് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. സ്ലാൻഡ് ഹൈറ്റ് 5 × √73 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ π × r × L എന്നാണ്. വാല്യൂസ് അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. ഇൻ ടേംസ് ഓഫ് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കിട്ടും 235.5 √73 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 15th ക്വസ്റ്റ്യൻ, വിത്ത് ദ ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് chosen any two adjacent sides of a rectangle to opposite vertices have coordinates 0 0 and 4 3. What are the coordinates of other two vertices? അതായത് ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുക. ആ റെക്റ്റാങ്കിളിൻ്റെ adjacent സൈഡ്സുകൾ, അല്ലേ? വിത്ത് ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് ചോസൺ എലോങ് ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ടു ഓപ്പോസിറ്റ് വെർട്ടിസ്. ആ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടിസസുകൾ ഏതൊക്കെയാണ്? 0 0 4 3 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് ബാക്കി 2 വെർട്ടിസസ് കൂടി ഉണ്ടാവുമല്ലോ. അതിൻ്റെ കോർഡിനേറ്റ്സ് കൂടി നമ്മളോട് കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? 0 0 എന്ന് പറയുന്നത് നോർമലി ഈ വെർട്ടിസ് ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടിസ് എന്ന രീതിയിൽ 4,3 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് എന്ന രീതിയിൽ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുക, റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറയുന്ന വെർട്ടിസസും സി എന്ന് പറയുന്ന വെർട്ടിസിൻ്റെ കോർഡിനേറ്റ്സുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി സി ഒ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ആണല്ലോ. സോ എ ബിയുടെ നീളം എന്ന് പറയുന്നതും ഒ സിയുടെ മെഷർമെൻറ്റിലെ നീളം ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബി സിയുടെ ലെങ്ത്തും എയുടെ ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കോർഡിനേറ്റ്സ് ഓഫ് ബി നമുക്ക് 4,3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ബി ഫ്രം എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് 3 and 4 യൂണിറ്റ്സ് നമുക്ക് അറിയുന്നതാണ്, അല്ലേ? ആൻഡ് പോയിന്റ് എ ഓഫ് ദ ഗിവൺ റെക്റ്റാങ്കിൾ ലൈസ് ഓൺ വൈ ആക്സിസ്. പോയിന്റ് എ കിടക്കുന്നത് എവിടെയാണ്? പോയിന്റ് എ എന്ന് പറയുന്നത് വൈ ആക്സിസിലല്ലേ. അതുകൊണ്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എക്സ് കോർഡിനേറ്റ് ഈസ് 0. ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് എ ഫ്രം ദ ഒറിജിൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ബി ഫ്രം എക്സ് ആക്സിസ് ആണ്. അത് എത്രയാണ്? 3 യൂണിറ്റ്സ് ആണ് ഫ്രം ദ ഫിഗർ, അല്ലേ? അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടും? 0,3 എന്ന് കിട്ടും. ഇതേപോലെ തന്നെയാണ് സിയുടെ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് സി ലൈസ് ഓൺ ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ്. അപ്പോൾ അതിൻ്റെ വൈ എക്സ് ആക്സിസിലാണ്. അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? പിന്നെ എക്സ് കോർഡിനേറ്റ് മാത്രം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ബി ഫ്രം വൈ ആക്സിസ് ആണ്. അത് എത്രയായിരിക്കും? 4 യൂണിറ്റ്സ് ആണ്. സോ 4,0 ആയിരിക്കും സിയുടെ കോർഡിനേറ്റ്സ്. അപ്പോൾ എയുടെ കോർഡിനേറ്റ് 0,3, ബിയുടെ കോർഡിനേറ്റ്സ് എന്താണ്? 4,0.
16th ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ, അല്ലെ, വിത്ത് ഇറ്റ്സ് ഫുട്ട് 18 meters അവേ ഫ്രം ദ വാൾ. ഒരു മതിൽ അല്ലെങ്കിൽ ഒരു ചുമരുണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏണി നമ്മൾ ചാരി വെച്ചിരിക്കുകയാണ്. ആ ഏണിയുടെ ഫുട്ട് എന്ന് പറയുന്ന അടിഭാഗം 18 meters അവേ ഫ്രം ദ വാൾ, വാളിൽ നിന്ന് 18 meters അകലെയാണ്. അതോടൊപ്പം തന്നെ 40 ഡിഗ്രിയാണ് ഗ്രൗണ്ട് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ആൻഡ് ഹൗ ഹൈ ഈസ് ദ ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. അങ്ങനെയാണ് എങ്കിൽ ലാഡറിന്റെ ടോപ്പ് എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ നിന്ന് എത്ര മീറ്റർ ദൂരത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു ഫിഗർ ബേസ്ഡ് പറയുകയാണെങ്കിൽ ഇതിപ്പം ABC എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലാഡറിനെയും AB ആണ് വോളായിട്ട് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ? സോ AC ബി ദ ലാഡർ വിച്ച് ലീൻസ് അഗെയിൻസ്റ്റ് വാൾ AB. സോ ട്രയാങ്കിൾ ABC നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ABC 90 ഡിഗ്രിയാണ്, അല്ലെ. അതോടൊപ്പം തന്നെ tan 40 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന രീതിയിൽ എന്ത് വരുന്നുണ്ടായിരിക്കും, AB ബൈ BC എന്ന് വരുന്നുണ്ടായിരിക്കും. tan 40 വരുന്നുണ്ടായിരിക്കുക. സോ AB എന്ന് പറയുന്നത് BC ഇൻറ്റു tan 40 ആയിരിക്കും. tan 40 ഗിവൺ വാല്യൂ ആണ്. സോ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 15.10 എന്ന് കിട്ടുന്നുണ്ടായിരിക്കും. സോ ABയുടെ മെഷർമെന്റ് എത്രയായിരിക്കും, 15.1038 ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസിൽ ടെക്സ്റ്റ് ബുക്സ് ബേസ്ഡ് ആയിട്ടുണ്ട്. അതെല്ലാം സോൾവ് ചെയ്ത് പഠിക്കുക, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കൂടുതലായിട്ടും അതിൽ വരുന്ന ഒരു എന്ന് പറയുന്നത് ടാനിൽ എടുക്കുന്ന കേസുകൾ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ജസ്റ്റ് ആ ട്രിഗണോമെട്രിക് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു, ഒരു രേണി ഒരു ചുമരിലോട്ട് ചാരി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഫുട്ട് 18 meters അകലെയാണ്, വോളിൽ നിന്ന് 18 meters അകലെയാണ് വോളിൽ നിന്ന് എന്ന് പറഞ്ഞു. വോളാണ് AB എന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. AC നമ്മുടെ ലാഡറാണ്, 18 meter അകലെയാണ്. അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ റൈറ്റ് ആംഗിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിഗണോമെട്രിക് പ്രോപ്പർട്ടീസ് വെച്ച് tan 40 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് മെഷർമെന്റ് ആണോ തരാത്തത് നമുക്ക് ആ മെഷർമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ O is the center of the circle and prove that x plus y is equals to 90 degree, അല്ലെ. ABC 3 പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ട്. സെന്ററിൽ ഒരു O എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദെൻ OCB എന്ന് പറയുന്ന x ഡിഗ്രിയും BAC അല്ലെങ്കിൽ CAB എന്ന് പറയുന്നത് y ഡിഗ്രിയും എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. x plus y ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് അറ്റ് എനി പോയിന്റ് ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക് ഇസ് ഈക്വൽസ് ടു ഹാഫ് ഓഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെന്റർ. ഇത് സിമിലർ ക്വസ്റ്റ്യൻ നമ്മളെ കഴിഞ്ഞ തവണ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഈ ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും, ഇരട്ടിയായിരിക്കും ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? സോ ആംഗിൾ BOC എന്ന് പറയുന്നത് 2 times ഓഫ് ആംഗിൾ BAC ആയിരിക്കും. സോ ആംഗിൾ BOC എന്ത് കിട്ടും, 2y എന്ന് കിട്ടും. ഈ OBയും OCയും റെപ്രസെന്റ് ചെയ്യണത് എന്താണ്, റേഡിയേ ഓഫ് ദ സെയിം സർക്കിൾ ആണ്. അപ്പൊ രണ്ട് സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എന്താണ്, ഈക്വൽ മെഷർ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ. അതായത് രണ്ട് സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ, വശങ്ങൾ ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോണുകളും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ OBCയും ആംഗിൾ OCBയും എന്ത് തന്നെയായിരിക്കും, x ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ട്രയാംഗിൾ OBCയിൽ നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ BOCയും ആംഗിൾ OCBയും ആംഗിൾ CBOയും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണ്ടേ. ആംഗിൾ BOC എത്രയാ, 2y നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എത്രയാണ് തന്നിട്ടുണ്ട്, x ആണ് തന്നിട്ടുണ്ട്. സോ 2y plus 2x 180 ആണ്. 2 ഔട്ട് സൈഡ് ചെയ്തു. 2 into y plus x 180 ആണ്. y plus x 180/2 എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മുടെ പ്രൂഫായിട്ട് വരുന്നുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഇൻ ദ ഗിവൺ ഫിഗർ PA ഈസ് ദ ടാൻജന്റ് ടു ദ സർക്കിൾ. ഇഫ് PC ഈക്വൽ 12 cm, PB 3 cm, then find length of PA. സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കണം. PA എന്ന് പറയുന്നത് സർക്കിളിനെ സംബന്ധിച്ച് ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PCയുടെ മെഷർമെന്റ് 12ഉം PBയുടെ മെഷർമെന്റ് 3 ആണെങ്കിൽ PAയുടെ മെഷർമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്.
the product of an intersecting line and part of its outside the circle എന്തിന് ഈക്വൽ ആയിരിക്കും? സ്ക്വയർ ഓഫ് ദ ടാൻജന്റിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും പി ബി ഇൻറ്റു പി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? പി എ സ്ക്വയർ. മിക്കവാറും എല്ലാവരും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒരു ഇതായിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ഇക്വേഷൻ പോലെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. പി ബി ഇൻറ്റു പി സി ഈക്വൽ ടു പി എ സ്ക്വയർ അല്ലേ? അപ്പോൾ പി ബി ഇൻറ്റു പി സി എന്ന് പറഞ്ഞാൽ പി എ സ്ക്വയർ ആണെങ്കിൽ പി ബിയുടെ മെഷർമെൻറ്റും പി സിയുടെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടില്ലേ? ഇല്ലേ? അത് എത്രയാണ്? 36. അപ്പോൾ പി എ സ്ക്വയർ 36 ആണെങ്കിൽ പി എ എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബാഗ് കണ്ടെയ്ൻസ് 6 red beads and 4 green beads. Another contain 2 red and 2 green beads more എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബാഗിൽ 6 റെഡ് ബീഡ്സുകളും 4 ഗ്രീൻ ബീഡ്സുകളുമാണ് ഉള്ളത്. വേറൊരു ബാഗിൽ എന്താണ്? ഈ ഉള്ളതിനേക്കാൾ 2 റെഡ് ബീഡ്സുകളും 2 ഗ്രീൻ ബീഡ്സുകളും എന്താണ്? കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ? ഏത് ബാഗിൽ നിന്ന് എടുക്കുമ്പോഴാണ് റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് നമ്മളോട് 19th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ ഫസ്റ്റ് ബാഗ് എത്രയാണ്? 6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് ഫ്രം ഫസ്റ്റ് ബാഗ് എന്തായിരിക്കും? 6 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദ ബാഗ് അല്ലേ? അപ്പോൾ 6/10 ആണ്. നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ സെക്കൻഡ് ബാഗ് എത്രയാണ്? 2 കൂടുതലാണ് ബാഗ് 1ൽ ഉള്ളതിനേക്കാൾ. സോ 6 + 2 എത്രയാണ്? 8 എന്ന് കിട്ടും. അപ്പം നമ്പർ ഓഫ് ബീഡ്സിന്റെ എണ്ണവും എന്തുതന്നെയായിരിക്കും? കൂടും. കാരണം അതിൽ 2 റെഡ് ബീഡ്സും 2 ഗ്രീൻ ബീഡ്സും കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 12ഉം 2ഉം 14 എണ്ണായിരിക്കും ടോട്ടലായിട്ട് വരുന്നുണ്ടായിരിക്കുക. സോ 8/14 ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്സ് ഇൻ സെക്കൻഡ് ബാഗ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുക 6/10 എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ 8/14 ആണ്. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് ഫ്രം ഫസ്റ്റ് ബാഗ് ആയിരിക്കും മോർ എന്ന് പറയുന്നത്. 20th ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ വാക്സ് മെയ്ഡ് സിലിണ്ടർ ആർ 6 cm, 12 cm റെസ്പെക്റ്റീവ്ലി. എ കോൺ ഓഫ് സെയിം ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഫ്രം ദിസ് സിലിണ്ടർ ബൈ കട്ടിംഗ് ഔട്ട്. സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റേഡിയസും ഹൈറ്റും വാക്സിന്റെ ആരവും ഉയരവും നമുക്ക് തന്നിട്ടുണ്ട്. മെയ്ഡ് എ സിലിണ്ടർ ആർ അല്ലെ? ഉണ്ടാക്കിയിരിക്കുന്ന സിലിണ്ടറിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് 6 cm and 12 cm. എ കോൺ ഓഫ് സെയിം ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഫ്രം ദിസ് സിലിണ്ടർ. ഈ സിലിണ്ടറിൽ നിന്ന് ഒരു സെയിം ബേസ് റേഡിയസും ഹൈറ്റുമുള്ള ഒരു കോൺ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബൈ കട്ടിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കട്ട് ചെയ്തെടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ ആ കോണിന്റെ വോളിയം കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി കാൻഡിൽസ് വിത്ത് 1 cm റേഡിയസ് ആൻഡ് 12 cm ഹൈറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് റിമൈനിങ് വാക്സ്. ആ ബാക്കി വരുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കോൺ നമ്മൾ സിലിണ്ടറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റിമൈനിങ് വരുന്ന വാക്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കാൻഡിൽസുകൾ ഉണ്ടാക്കാം. ആ കാൻഡിൽസിന്റെ മെഷർമെന്റ് എത്ര തന്നിരിക്കുന്നത്? ആരം 1 സെന്റിമീറ്ററും ഉയരം എത്രയാണ്? 12 സെന്റിമീറ്ററും ആണ്. അപ്പോൾ 20th ക്വസ്റ്റ്യനിലെ വോളിയം ഓഫ് ദ കോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr² എന്ന് പറയുന്ന ഫോർമുലയിൽ ഡയറക്റ്റ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക. വോളിയം ഓഫ് സിലിണ്ടർ πr² ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. സോ റിമൈനിങ് വാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ നിന്ന് 2 വോളിയം തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലെ? കാരണം സിലിണ്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കോൺ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്ന് കോണിന്റെ വോളിയം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ബാക്കി കിട്ടുന്നത് വാക്സിന്റെ വോളിയം ആയിരിക്കും. ഈ വോളിയം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കൊരു കാൻഡിൽസ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ വോളിയം ഓഫ് 1 കാൻഡിൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സിലിണ്ടർ ഷേപ്പ് ആണ്. സോ πr² എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്ത് അതിന്റെ വോളിയം കണ്ടുപിടിക്കുക. സോ നമ്പർ ഓഫ് കാൻഡിൽസ് എന്ന് പറയുന്നത് റിമൈനിങ് വോളിയം ഡിവൈഡ് ബൈ 1 കാൻഡിലിന്റെ വോളിയം ആയിരിക്കും. സോ വി വിൽ ഗെറ്റ് 24. സോ നമ്പർ ഓഫ് കാൻഡിൽസ് എത്രയായിരിക്കും? 24 ആയിരിക്കും. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. x² - 5x + 6 is a factor of x³ - 5x² + ax + b. Find the numbers a and b. x³ - 5x² + ax + b എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് x² - 5x + 6 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എയും ബിയും കണ്ടുപിടിക്കാനാണ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. x² - 5x + 6 നമുക്ക് ഫാക്ടേഴ്സ് ഘടകങ്ങളായി x - 2 × x - 3 എന്ന് എഴുതാലോ. തന്നിരിക്കുന്ന പോളിനോമിയൽ p of x എന്താണ്? x³ - 5x² + ax + b അല്ലേ? x - 2 അതിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ p of 2 0 ആകണം. x - 3 അതിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ p of 3 0 ആകണം. സോ p of t = 0. തന്നിരിക്കുന്ന പോളിനോമിയൽ x ന്റെ പ്ലേസിൽ 2 എന്ന് അപ്ലൈ ചെയ്യുക. that equal to 0 ആയിട്ട്
ആയിട്ട് നമ്മൾ കൊടുക്കുക. സോ ഇക്വേഷൻ 1 വിൽ ബി 2a + b = 12 എന്ന് കിട്ടും. p of 3 = 0 എന്ന് കൊടുക്കുക. സിമിലർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മുമ്പത്തെ സെക്ഷൻ നമ്മൾ സെക്ഷൻ എയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. 3a + b = 18 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. സോ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. a 6 b 0 ആണ് കിട്ടുന്നുണ്ടായിരിക്കും. ഇങ്ങനെയായിരുന്നു. ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 20 to 28. 22 തൊട്ട് 28 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. 22nd ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ വൺസ് പ്ലേസ് ഓഫ് എ 2-digit നമ്പർ ഈസ് 4. ദ പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പർ ആൻഡ് ഡിജിറ്റ് സം ഈസ് 238. ഒരു രണ്ടക്ക സംഖ്യയാണ് ഉള്ളത്. ആ സംഖ്യയുടെ വൺസ് പ്ലേസിൽ കിടക്കുന്ന നമ്പർ 4ഉം അതോടൊപ്പം തന്നെ ഡിജിറ്റുകളുടെ സമ്മും ആ നമ്പറിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് 238 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 10th പ്ലേസ് ഡിജിറ്റ് ഈസ് ടേക്കൺ ആസ് എക്സ്. ആ നമ്പറിൻ്റെ 10th പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റിനെ എക്സ് ആയി എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ദ നമ്പർ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫ്രെയിം ചെയ്ത് ആ നമ്പർ ഏതാണ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ നമ്പർ. സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും. ഡിജിറ്റിന് 10th പ്ലേസ് എന്ന് പറയുന്നത് എക്സ് ആണ് നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 10 × x 10th പ്ലേസിൽ 1st പ്ലേസിൽ 4 ആണ് കേട്ടോ. 10x + 4 ആയിരിക്കും നമ്പർ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്പറിൻ്റെയും ഡിജിറ്റിൻ്റെ സമ്മിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 238 ആണ്. x + 4ഉം 10x + 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 10x² + 44x + 16 238 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്യുക. ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5x² + 22x - 111 = 0 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് -b ± √(b²) - 4ac/2a എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം. സോ നമ്പർ എന്ത് കിട്ടും, 34 എന്ന് നമുക്ക് കിട്ടും ആൻസർ. 23rd ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 2 സർക്കിൾസ് ടച്ച് ഈച്ച് അതർ ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. 2 സർക്കിൾസുകളെ ടച്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്റേഴ്സ് AB എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദിയർ സെൻറ്റേഴ്സ് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 11 cm. 2 സർക്കിൾസിൻ്റെയും സെൻറ്ററുകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 11 cm ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ സർക്കിൾസ് ഈസ് 65 π² സെൻറ്റിമീറ്റർ. 2 സർക്കിൾസിൻ്റെയും ഏരിയയുടെ സം എന്ന് പറയുന്നത് 65 π ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദയർ റേഡിയസ് കണ്ടുപിടിക്കും. 2 സർക്കിളിൻ്റെയും ആരം കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിവൺ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസിനെ 6 എന്നെടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും, 11 - 6 ആയിരിക്കും. കാരണം 2 സെൻറ്ററുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ എത്രയായിരിക്കും, 11 - 6 ആയിരിക്കും. സോ റേഡിയസ് ഓഫ് ഫസ്റ്റ് സർക്കിൾ 6 ആണ്. സെക്കൻഡ് സർക്കിൾ 11 - 6 ആണ്. സം ഓഫ് ദ ഏരിയാസ് നമുക്ക് 65 π എന്ന് തന്നിട്ടുണ്ട്. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, πr² പ്ലസ് π ഇൻറ്റു രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാ, 11 - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 65 π. 11 - 6 ഹോൾ സ്ക്വയർ a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, സോൾവ് ചെയ്യുക. 2 ഭാഗത്തുള്ള π നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. സോ r² - 11 r ഈക്വൽ ടു -28 എന്ന് കിട്ടും. നമ്മൾ ഇക്വേഷൻ r² - 11r + 11/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. അതായത് ആറിൻ്റെ കൊയിഫിഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു, 2 ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത്. സോ ഇതിന് r - 11/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 9/4 എന്ന് കിട്ടും. സോ r ഈക്വൽ ടു 3 + 11/2 7 cm എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സർക്കിളിലെ റേഡിയസ് 7 ആണെങ്കിൽ സെക്കൻഡ് സർക്കിളിലെ റേഡിയസ് എന്തായിരിക്കും, 11 - 7 = 4 cm ആയിരിക്കും. 24th ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. കൺസിഡർ ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ x² + y² - 6x - 8y + 9 = 0. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, റേഡിയസ് ഓഫ് ദ സർക്കിളും കണ്ടുപിടിക്കുക. അങ്ങനെയായിരുന്നു എൻ്റെ ഓപ്ഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. നമുക്കറിയാം ഈ സർക്കിളിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. x - h ഹോൾ സ്ക്വയർ + y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r² എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അതിൽ r റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേഡിയസിനെയും h, k റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സുകളും ആയിരിക്കും. സോ തന്നിരിക്കുന്ന x² + y² - 6x - 8y + 9 = 0 എന്ന് പറയുന്ന ഇക്വേഷനെ x - h ഹോൾ സ്ക്വയർ + y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r² എന്ന് പറയുന്ന ഫോമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം.
അപ്പോൾ അതിനെ ആ രൂപത്തിൽ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സുള്ള ടേംസുകൾ ആദ്യം നമ്മൾ എഴുതി, x² - 6x ദെൻ y² - 8y + 9 = 0 y ടേംസുകൾ എഴുതി, കോൺസ്റ്റൻറ്റ് ടേംസുകൾ എഴുതി. എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 6, അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് ഇവിടെ -6 ആണ്, ഇവിടെ മൈനസ് വരും. അപ്പോൾ എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് ഹാഫിൻ്റെ സ്ക്വയർ, അപ്പോൾ എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് -6 ആണ്, അതിൻ്റെ ഹാഫ് എടുക്കുകയാണെങ്കിൽ -3 എന്ന് കിട്ടും, അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 കിട്ടും. സോ 9 നമ്മൾ എന്ത് ചെയ്യണം, രണ്ടു ഭാഗത്തും ആഡ് ചെയ്യണം. അപ്പോൾ x² - 6x + 9, ഇവിടെ 9 നമ്മൾ ആഡ് ചെയ്തു, കാരണം ഇവിടെ =0 ആണ്, അവിടെ നമ്മൾ 9 നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ വൈയുടെ കൊയിഫിഷ്യൻ്റ് -8 ആണ്, അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആണ്, അത് രണ്ടു ഭാഗത്തും ആഡ് ചെയ്തു. ഇവിടെ 16 ആഡ് ചെയ്തു, ഇവിടെയും 16 ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ x² - 6x + 9 അല്ലേ, അതിന് നമുക്ക് എന്ത് എഴുതാം, x - 3² എന്ന് എഴുതാം. y² - 8y + 16 അല്ലേ, y - 4² എന്ന് നമുക്ക് എഴുതാം. +9 = 9 + 16. 9 + 16 എന്താണ് വരുന്നുണ്ടായിരിക്കുക, 25 എന്ന് വരും. സോ x - 3² + y - 4² + 9 = 25. ഈ 9 ഇങ്ങോട്ട് പോകുമ്പോൾ 25 - 9 വരും, 16 ആയിരിക്കും. ആ 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ x - 3² + y - 4² = 4² എന്ന് നമുക്ക് എഴുതാം. അത് സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. 6ൻ്റെ പ്ലേസിൽ 4 ആയിരിക്കും. അതേപോലെ തന്നെ എച്ചിൻ്റെയും കെയുടെയും പ്ലേസിൽ 3ഉം 4ഉം ആണ് വരുന്നുണ്ടായിരിക്കുക. സോ സെൻറ്റർ h, k 3,4ഉം റേഡിയസ് r എത്രയായിരിക്കും, 4ഉം ആയിരിക്കും. 4. 25ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 2x + 1 4x - 1 5x + 1 ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണിയിലാണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്, ബീജഗണിത രൂപം എഴുതുക. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 195 ഇൻ ദി സീക്വൻസ്. ഈ ശ്രേണിയിൽ 195ൻ്റെ പൊസിഷൻ, സ്ഥാനം എത്രയായിരിക്കുമെന്നും ഡിറ്റർമിൻ ചെയ്യുക. നമുക്കറിയാം a, b, c എന്ന് പറയുന്ന 3 ടേംസുകൾ എ പിയിലാണെങ്കിൽ 2b = a + c എന്നോ b = a + c/2 എന്നോ നമുക്ക് എഴുതാം. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ 2b = a + c അല്ലെങ്കിൽ b = a + c/2 എന്ന് പറയുന്ന കണ്ടീഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 4 അപ്ലൈ ചെയ്യുമ്പോൾ 4 × 2 8 + 1 9 ആയിരിക്കും. സെക്കൻഡ് ടൈം 15 ആയിരിക്കും. തേർഡ് ടൈം 21 ആയിരിക്കും. കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടായിരിക്കും. അടുത്തത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരിക്കും, കോമൺ ഡിഫറൻസ് എഴുതുക, n എഴുതുക, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും തമ്മിലുള്ള വ്യത്യാസം എഴുതുക, അല്ലെങ്കിൽ a + n - 1 × d എന്ന് പറയുന്ന ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുക. ആ n-ാം പദമാണ് നമ്മൾ എന്തായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 195 എത്രാം പദമാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ 6n + 3 = 195, 6n = 192, n = 192/632. 32ാമത്തെ പദമാണ് എത്ര, 195 എന്ന് പറയുന്നത്. 26th ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദ ഫോളോവിങ് ടേബിൾ ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഡെയിലി വേജസ് ഓഫ് വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ വേജസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ടേബിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഡെയിലി വേജസ് എന്ന് പറയുന്നൊരു കോളം, നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നൊരു കോളം ഉണ്ട്. അസെൻഡിങ് ഓർഡറിലാണ് ഗിവൺ ഡാറ്റ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 400 to 500 റേഞ്ച് ഡെയിലി വേജസ് ഉള്ള, നമ്പർ ഓഫ് വർക്കേഴ്സ് 8ഉം 500 to 600 റേഞ്ച് 11 വർക്കേഴ്സും, അങ്ങനെ 800 to 900 റേഞ്ച് 9 വർക്കേഴ്സിനാണ് ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 45 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വാട്ട് ഈസ് ദ അസ്യൂംഡ് ആസ് ദ വേജ് ഓഫ് 28 വർക്കേഴ്സ് ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വേജസ്. വർക്കേഴ്സിനെ ആരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ, വേജസിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ ഒരു 20th വർക്കറിൻ്റെ അസ്യൂംഡ് വേജ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 400 to 500 8ഉം 500 to 600 11 വർക്കേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ തന്നെ 11 + 8 എന്ന് പറഞ്ഞാൽ 19 ആയിട്ടുണ്ടായിരിക്കും. സോ യൂഷ്വലി 20th വർക്കർ വിൽ ബി കംസ് അണ്ടർ ദ കാറ്റഗറി 600 to 700 റേഞ്ച് ആയിരിക്കും. സോ അസ്യൂംഡ് വേജ് ഓഫ് 20th വർക്കർ എത്രയായിരിക്കും, 600 to 700 റേഞ്ച് ആയിരിക്കും. അതിൻ്റെ സബ് പാർട്ടായിട്ട് വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, കാൽക്കുലേറ്റ് മീഡിയൻ ഓഫ് ഡെയിലി വേജസ്. അതിൻ്റെ മീഡിയൻ
കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് വർക്കേഴ്സ് 45 ആണ്. സോ 45/2 ഓൾറെഡി നമ്മൾ പ്രീവിയസ് സെഷനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഡിയൻ 45/2 എന്ന് പറയുമ്പോൾ 22.5 ടേം ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ വാല്യൂ 22.5 കംസ് അണ്ടർ 19 to 29 ഇടയിലായിരിക്കും. നമ്പർ ഓഫ് വർക്കേഴ്സിന് ഇടയിലായിരിക്കും 22.5 വരുന്നുണ്ടായിരിക്കുക. സോ 19 നിന്ന് 22.5 ഡിഫറൻസ് എന്ന് പറയുന്നത് 3.5ഉം 19ഉം 29നും ഇടയിലെ ഡിഫറൻസ് 10ഉമാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേജസ് റേഞ്ച് 600 to 700 ആണ്. അവയ്ക്കിടയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. സോ മീഡിയൻ എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും 600 പ്ലസ് ആയിരിക്കും. അപ്പോൾ 600 പ്ലസ് ദെൻ എന്തായിരിക്കും ഇവരുടെ ഡിഫറൻസ് എത്രയാണ് 100 ഇൻറ്റു 19ഉം 22.5 ഡിഫറൻസ് 3.5 ആണ് ഡിവൈഡഡ് ബൈ 19ഉം 29 ഡിഫറൻസ് എത്രയാണ് 10 ആണ്. സോ 600 പ്ലസ് 35 635 എന്നായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക. 27th ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 2 buildings in a plain ground are 20 meters apart. ഒരു പ്ലെയിൻ ഗ്രൗണ്ടിൽ 2 ബിൽഡിങ്സുകൾക്കിടയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 meters ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് എ സ്മോളർ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് one sees the base of the building at a depression of 50 degree and its top at an elevation of 20 degree. സ്മോളർ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ഇത്രയും കൂടി ഹൈറ്റ് കൂടിയിട്ടുള്ളതാണ് മറ്റു ബിൽഡിങ്. അതിൻ്റെ മുകളിലോട്ട് നോക്കുന്നത് 25 ഡിഗ്രിയിലും എലിവേഷൻ ആംഗിൾ 25 ഡിഗ്രിയും അതിൻ്റെ ഫൂട്ട് താഴത്തോട്ട് നോക്കുന്ന ഡിപ്രഷൻ ആംഗിൾ എത്രയാണ് 50 ഡിഗ്രിയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ റഫ് ഫിഗർ ആൻഡ് മാർക്ക് മെഷർമെൻറ്റ്സ്. രണ്ടാമത്തെയും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്മോളർ ബിൽഡിങ്ങിൻ്റെയും ബിഗർ ബിൽഡിങ്ങിൻ്റെയും ഹൈറ്റ് കണ്ടുപിടിക്കുക. 1050 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 1025 ഡിഗ്രിയുടെ വാല്യൂയും ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ 27th ക്വസ്റ്റ്യൻ്റെ റഫ് ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇതിൽ CD റെപ്രസെൻ്റ് ചെയ്യുന്ന സ്മോളർ ബിൽഡിങ്ങും AB റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹയർ ബിൽഡിങ്ങുമാണ്. സോ സ്മോളർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ഹയസ്റ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ 25 ഡിഗ്രി, ഫൂട്ടിലോട്ട് നോക്കുന്ന ഡിപ്രഷൻ ആംഗിൾ 50 ഡിഗ്രിയുമാണ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ DE മാർക്ക് ചെയ്യുക. ദെൻ നോർമലി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ്. ഓൾറെഡി ടെക്സ്റ്റ് ബുക്സ് ബേസ്ഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനുമാണത്. ഇൻ ട്രയാങ്കിൾ ADE എടുക്കുക. 1050 ഡിഗ്രിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. AEയുടെ വാല്യൂ DE ഇൻറ്റു 1050 ഡിഗ്രിയാണ്. DE എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും തുല്യമായിരിക്കും 20 മീറ്റർ ആയിരിക്കും. അപ്പോൾ 20 ഇൻറ്റു 1.2 24 മീറ്റർ എന്ന് കിട്ടും. ട്രയാങ്കിൾ BEDയിൽ 1025 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് BE/20 Bയുടെ ലെങ്ത് എന്ന് പറയുന്നത് 9.4 മീറ്റർ എന്ന് കിട്ടും. ആക്ച്വലി ലാർജസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് AEയും BEയും ചേർന്നതാണ്. അപ്പോൾ BE ആണ് നമുക്ക് 9.4 കിട്ടിയത്. സോ ഹയസ്റ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ബിഗ്ഗസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും 24ൻ്റെ കൂടെ 9.4 ആഡ് ചെയ്യണം. സോ 33.4 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് സ്മോളർ ബിൽഡിംഗ് 24ഉം ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 33.4 ആയിരിക്കും. 28th ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. O is the center of the circle, angle OCA equal to x degree. Then find angle OAC. Prove that angle OCA plus ABC equals to 90 degree. Prove that angle ADC minus angle OCA equals to 90 degree. സെൻറ്റർ O ആയിട്ടുള്ളൊരു സർക്കിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. OCA എന്ന് പറയുന്ന ആംഗിൾ x ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് സോൾവ് ചെയ്യണം. റഫ് ഫിഗർ എന്തായാലും നമുക്ക് ആൻസർ ഷീറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്തിരിക്കണം. സൊല്യൂഷനിലോട്ട് കിടക്കാം. നമ്മൾ തന്നിരിക്കുന്ന ഫിഗർ കോപ്പി ചെയ്തു. ആംഗിൾ OAC x ഡിഗ്രി എന്ന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ OAയും OCയും റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കിടയിലുള്ള ആംഗിളും കോണും എത്രയായിരിക്കും, തുല്യമായിരിക്കും. സോ OACയും എന്തുതന്നെയായിരിക്കും, x ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചുകൊണ്ട് ആംഗിൾ AOC എന്ന് പറയുന്നതായിരിക്കും 180 മൈനസ് എക്സ് പ്ലസ് എക്സ്. എക്സ് പ്ലസ് എക്സ് എത്രയാണ്, 2x. 180 മൈനസ് 2x ആയിരിക്കും. അതോടൊപ്പം തന്നെ ആംഗിൾ B മുമ്പത്തെ സെഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ആംഗിൾ B എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും. സോ 180 മൈനസ് 2x/2, 2 കൊണ്ട് 2 ഭാഗത്ത് ഡിവൈഡ് ചെയ്യുക, 90 മൈനസ് എക്സ് എന്ന് കിട്ടും. സെക്കൻഡ് പാർട്ടിലോട്ട് കടന്നു. ആംഗിൾ OCA പ്ലസ് ആംഗിൾ ABC. ആംഗിൾ OCA x
എക്സ് ആണ്. ആംഗിൾ എ ബി സി 90 മൈനസ് എക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലാവും, 90 ഡിഗ്രി എന്ന് കിട്ടും. അതോടൊപ്പം ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് 90 മൈനസ് എക്സ് ആണ്. മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 90 പ്ലസ് എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി സി മൈനസ് ആംഗിൾ ഒ സി എന്ന് പറഞ്ഞാൽ 90 പ്ലസ് എക്സ് മൈനസ് എക്സ്, മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലാവും, 90 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത സെക്ഷൻ 29th ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടായിരിക്കുക. ഒരു പാസേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്ന് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ജനറലി ചോദിക്കുന്നത്. ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾ നല്ലപോലെ ചെയ്തു പഠിക്കണം. ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഓരോ തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 29th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകില്ല. 6 മാർക്സ് കമ്പൾസറി അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് ഡിഫറെൻറ്റ്, ദ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ. അതായത് ഒരു 2-digit നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി, എന്തൊക്കെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് കേസിൽ ബോത്ത് ഡിജിറ്റ് ബീങ് ഡിഫറെൻറ്റ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന 2-digit നമ്പറിൽ 2 ഡിജിറ്റുകളും ഡിഫറെൻ്റ് ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആ 2-digit നമ്പറിലെ ഫസ്റ്റ് ഡിജിറ്റ് തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ ഡിജിറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ, വലിയ നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ. ആ 2 ഡിജിറ്റിൽ ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ആകാനുള്ള പ്രോബബിലിറ്റിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക. നമുക്കറിയണം ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 90 എണ്ണമാണ് ഉണ്ടായിരിക്കുക. 90 നമ്പർ ഓഫ് 2-digit നമ്പേഴ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ ഈക്വൽ ഡിജിറ്റ് സെയിം ഡിജിറ്റുകൾ വരുന്നത് 11, 22, 33, 44, 55, 66 അങ്ങനെ 99 വരെ 9 നമ്പേഴ്സുകളാണ് വരുന്നുണ്ടായിരിക്കുക. സോ നമ്പേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെയിം ഡിജിറ്റാണ് 9 എണ്ണം, ടോട്ടൽ 90 എണ്ണമാണുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? ഈ 90ൽ നിന്ന് 9 കുറച്ചാൽ പോരെ 81 ആയിരിക്കും. അപ്പോൾ ഫേവറബിൾ കേസ് 81ഉം ടോട്ടൽ കേസ് 90 ആണ്. സോ പ്രോബബിലിറ്റി 81/90, 9/10 എന്നായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ. അതിലെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് വലിയ നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി. സോ 2-digit നമ്പറിൽ 10 നമ്മൾ കൺസിഡർ ചെയ്യാം. അതിൽ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0-നേക്കാൾ വലുതാണ് അല്ലേ. അതേപോലെ 20, 21 കേസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0-നേക്കാൾ വലുതാണ്. ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ് 1-നേക്കാളും വലുതാണ്. 22 എടുക്കുമ്പോൾ ഈക്വൽ ആവും. സോ സെക്കൻഡ് കേസിൽ 2 എണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. മൂന്നാമത്തെ കേസ് 30, 31, 32 വരെ എടുക്കാം. 33 എടുക്കുമ്പോൾ ഈക്വൽ ആവും. സോ 3 കേസുകൾ വരും. അതേപോലെ 90, 91, 92 തൊട്ട് 98 വരെ എടുക്കാം. 9 കേസുകൾ വരും. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 + 2 + 3 + 4 അങ്ങനെ എവിടം വരെ ആയിരിക്കും? 9 വരെ ആയിരിക്കും. സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, n × n + 1/2 എന്ന്. സോ 1 + 2 + 3 up to 9 എന്ന് പറയുമ്പോൾ 9 × 9 + 1 എത്ര വരിക? 10/2, 45 എന്ന് കിട്ടും. സോ പ്രോബബിലിറ്റി ഫേവറബിൾ 45. അതോടൊപ്പം തന്നെ എന്തായിരിക്കും? ടോട്ടൽ കേസ് 90 ആണ്. സോ 1/2 ആയിരിക്കും പ്രോബബിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ എന്തായിരിക്കും? സെക്കൻഡ് ഡിജിറ്റ് എന്തായിരിക്കും? ലാർജർ ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് കേസുകളായിട്ട് വരുന്നുണ്ടായിരിക്കും. ആദ്യത്തെ കേസിൽ 8 എണ്ണം വരും, രണ്ടാമത്തെ കേസിൽ 7 എണ്ണം വരും, മൂന്നാമത്തെ കേസിൽ 6 എണ്ണം വരും, ഫസ്റ്റ് കേസിൽ 1 എണ്ണം വരുന്നുണ്ടായിരിക്കും. സോ ലാസ്റ്റ് കേസിൽ 1 എണ്ണം വരുന്നുണ്ടായിരിക്കും. സോ അതിൻ്റെ എത്രയാണ് വരുന്നുണ്ടായിരിക്കുക? 1 മുതൽ 8 വരെയുള്ള സമ്മാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ n × n + 1/2, 8 × 9/2, 36 എന്ന് കിട്ടും. ഫേവറബിൾ 36 ആണ്. ടോട്ടൽ കേസ് 90 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 36/90, 4/10, 2/5 എന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നല്ല രീതിയിൽ ചെയ്തു നോക്കുക. തെറ്റുകളൊന്നും കൂടാതെ നല്ല രീതിയിൽ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുക. എല്ലാവർക്കും A+ നേടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.